യിലും വിശ്വാസി ജനങ്ങൾ കടുകടുത്ത പരീക്ഷണങ്ങളും പീഡനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടം വളരെ വിഷമം പിടിച്ച ഘട്ടങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടം ജീവിക്കുന്ന വിശ്വാസി ജനങ്ങൾ ഈമാനിലും ഇഖ്ലാസിലും തഖ്വയിലും വറഅലുമായി അവർ ജീവിതം നയിക്കുമ്പോൾ അസ്വാബിറു ഫീ ദീനിഹി കൽ ഖാബിദി അലൽ ജംർ, ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തീക്കണൽ മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസം ഉണ്ടാകും. അതിനേക്കാളപ്പുറം കത്തുന്ന എരിതീയിൽ നിന്ന് കണലെടുത്ത് കയ്യിൽ പിടിക്കൽ എത്രത്തോളം അസാധ്യമാണ്, അതിനേക്കാളും വിഷമകരമായ അവസ്ഥയായിരിക്കും ദീനനുസരിച്ച് ഈമാനോടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക്. ഇന്ന് ദീൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാഇനെ താറടിക്കുകയും അവരെ പരിഹസിക്കുകയും അവരെ നിസാരപ്പെടുത്തുകയും പുച്ഛമാക്കുകയും ചെയ്യുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ബിദ്അഈ പ്രസ്ഥാനക്കാരും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. നാമൊക്കെ നിസ്കാരത്തിൽ പറയുന്നത് പോലെ, ദുആഉൽ ഇഫ്തിതാഹിൽ പറയുന്നത് പോലെ, എല്ലാം ലില്ലാഹ്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച് അല്ലാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ട് പരീക്ഷണങ്ങളെ അതിജയിച്ച് മഹാന്മാരുടെ താരീഖുകളൊക്കെ നോക്കിയാൽ ഗൗസുൽ ആദം ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്ത് റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ നിറച്ച് സത്യസന്ധമായ ജീവിതം നയിച്ചപ്പോൾ ആ മഹാനർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സ്ഥാനമാണ് നൽകിയത്. വലിയ കറാമാത്തുകൾ കൊണ്ട് മഹാൻ വലിയ റഈസായി, ഔലിയാക്കളെ റഈസായി വലിയ ഉന്നതമായ സ്ഥാനത്തെത്തി. അതിന്റെ കാരണം മഹാനവറുകൾ തന്നെ പറഞ്ഞത്, എനിക്ക് ഇത്രത്തോളം വലിയ ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള കാരണം ശിഷ്യരിൽ ഒരാൾ, മുരീദന്മാരിൽ ഒരാൾ അന്വേഷിച്ചപ്പോഴും അലസ്വിദ്ഖ്, സത്യത്തിന്മലാണ് എന്റെ അസുല്, അടിസ്ഥാനം, അടിത്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സത്യസന്ധമായ നിലക്ക് നാം ജീവിക്കുക. കളവുകളും കള്ളപ്രചാരങ്ങളും അതൊക്കെ തൽക്കാലം ഒരു പുകമുറ സൃഷ്ടിക്കും എന്നല്ലാതെ സത്യം അത് എന്നും ജ്വലിച്ചു നിൽക്കും. അതിനെ തളർത്താനും തകർക്കാനും ആർക്കും കഴിയില്ല. അതുകൊണ്ട് നേർവഴിയിലായി സത്യസന്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. മഹാന്മാരൊക്കെ ഇന്നും ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് അടക്കമുള്ള എല്ലാ അയിമ്മത്തുകളും സ്വാലിഹീങ്ങളും ഗൗസുൽ ആദം തങ്ങളടക്കം റിഫാഈ ശൈഖ് തങ്ങളടക്കമുള്ള മഹാന്മാരൊക്കെ ഇന്നും മുഅ്മിനീങ്ങളുടെ വിശ്വാസി ജനങ്ങളുടെ ഖൽബിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവരെ നാം കണ്ടില്ലെങ്കിലും നാം കണ്ടതിനേക്കാൾ അപ്പുറം നമുക്കവരെ പരിചയമാണ്. അവരുടെ താരീഖുകളും അവരുടെ ഓരോ വിഷയങ്ങളും നമുക്ക് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കിയവരാണ്. അങ്ങനെ നാം നല്ല നിലക്ക് സജ്ജനങ്ങളായി ജീവിച്ചാൽ നമുക്ക് ശേഷം വരുന്ന ആളുകളും നമുക്ക് വേണ്ടി അവരുടെ ദുആയിൽ നമ്മെ ഉൾപ്പെടുത്തും.